രാഷ്ട്രീയ മഹിളാ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി തടവിലാക്കിയ സംഘപരിവാർ ശക്തികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വടകരയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് PC നിഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി തടവിലാക്കിയ സംഘപരിവാർ ശക്തികളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ മഹിളാ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അഞ്ചുവിളക്ക് ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്ത് നിന്നാരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് PC നിഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരുപാട് നടപടിക്രമങ്ങൾ ഇതിനു മുമ്പും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും അതുപോലെ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ആ ഒരു ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP സർക്കാരും അതുപോലെ അവിടുത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകരും ഒക്കെ ആ കോടതിക്ക് മുന്നിൽ ഇന്നലെ നിന്നിട്ട് അഗാധ പ്രകടനം, ജാമ്യം നിഷേധിച്ചപ്പോ അഗാധ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. നമുക്കറിയാം, ഈ സഹോദരിമാര് നമ്മുടെ മലയാളികളായ ഈ രണ്ട് കന്യാസ്ത്രീകൾ, അവര് കന്യാസ്ത്രീകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, അവര് സ്കൂളുകൾ ഉണ്ടാക്കുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത്, ശുശ്രൂഷ രംഗത്ത് ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പ്രചരണവുമായിട്ട് അല്ലെങ്കിൽ അത്തരം പരിപാടികളുമായിട്ട് അത്ര സേവന പ്രവർത്തനങ്ങളുമായിട്ട് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈസ വേതനമൊന്നും കൈപ്പറ്റാതെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കന്യാസ്ത്രീ നമ്മുടെ ദത്തരസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. കുഷ്ഠരോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന കൊൽക്കത്തയിലെ ആശുപത്രിയിൽ വെച്ച് കുഷ്ഠരോഗികൾ ആരും തിരിഞ്ഞു നോക്കാത്ത കുഷ്ഠരോഗികൾ ഉൾപ്പെടെ അവര് പരിചരിക്കുകയും ആശുപത്രികളിലൊക്കെ കിടക്കുന്ന അനാഥരായ ആളുകൾക്ക് ഭക്ഷണം വെച്ചുകൊണ്ട് വിളമ്പുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള സേവനം നടത്തുന്ന കന്യാസ്ത്രീകളെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവർക്കെതിരെ അവരുടെ കൂടെ 3-4 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇവര് പ്രീതി മേരി അതുപോലെ വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന 2 കന്യാസ്ത്രീകളാണ് ഇവര്. യാതൊരു കുറ്റവും ചെയ്യാതെ ആണ് ഇവരെ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളെ അവിടുത്തെ പോലീസ് ഒറ്റുകൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവര് കൊടുക്കുന്ന മൊഴിയല്ല പോലീസ്, അവിടുത്തെ ഛത്തീസ്ഗഡിലെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയും മുഖത്തടിക്കുകയും അതുപോലെയുള്ള ക്രൂരതകൾ കാണിച്ച് ഇവരെ കൊണ്ട് മൊഴി മാറ്റിപ്പിക്കുന്ന തെറ്റായ രീതിയിലുള്ള മൊഴിയൊക്കെ രേഖപ്പെടുത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കുറെ കാലമായി ഇതുപോലെയുള്ള ന്യൂനപക്ഷ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. M. സതി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ MP അജിത, വനജ രാജേന്ദ്രൻ, ബേബി ബാലമ്പ്രത്ത്, ഷൈമ കോറോത്ത്, KP ദീപ, റീന റേരോത്ത്, സുമ തൈക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. MK ലക്ഷ്മി, MP പുഷ്പ, M. ശ്രീലത, VM ഷൈനി, സജിന സുരേഷ്, സുധ മാവിലമ്പാടി, ജീജ അനിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. പഠിക്കാം, എൻജോയ് ചെയ്യാം. ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ മഹാരാജാസ് കോളേജ് ആണ് റൈറ്റ് ചോയ്സ്. ഇവിടെ +1, +2 NIOS ആൻഡ് BA, BCom, BBA, BCA, MA, MCom തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട്, അതും അഫോർഡബിൾ ഫീസിൽ. എക്സ്ട്രാ എഡ്സ് വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത്. ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആൻഡ് ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ്, സ്ട്രെസ് ഇല്ലാത്ത പഠനം, സ്റ്റഡീസും ഫണ്ടും കൂടി ചേരുന്ന ഒരു വൈബ്രന്റ് സ്പേസ്. ദാറ്റ്സ് മഹാരാജാസ് കോളേജ്. അഡ്മിഷൻസ് ഓപ്പൺ. ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ. ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ.